Open your arms. Open your mind. Be free. Smile at yourself. നിങ്ങളോട് തന്നെ ഒരു പുഞ്ചിരി നൽകുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു പുഞ്ചിരി നൽകുക. അതൊരു വലിയ പുഞ്ചിരിയായി ദൈവത്തിന് നൽകുക. സർവേശ്വര, Guru Grandmaster Chokoksui, Mahaguruji Mailing, all the great eight one, holy gurus, holy masters, saints, archangels, holy angels, thank you for your priceless blessings, divine light, divine love, divine power, divine guidance, divine help and divine protection. Thank you for your divine presence in this section. Thank you for those who are participating in this section. They will be blessed with divine light, divine power. They will be divinely healed. They will be guided throughout their life with thanks and in full faith. സാവകാശം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. Am I audible, Sudhir? It's okay? Loud and clear, sir. Loud and clear. Okay. സെഷനിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഒരു വെൽക്കം. ഇന്ന് നമ്മുടെ കൂടെയുള്ള രജി സാറാണ്. രജി സാറിനെ അറിയാതെ ആരും കാണത്തില്ല. എന്നാലും ഇവിടെ പുതിയതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് രജി സാറിനെ ഞാൻ പരിചയപ്പെടുത്താം. രജി സാറ് ഏകദേശം 20 കൊല്ലത്തിലധികമായി പ്രാണിക്കലും സ്കൂളിൽ. അദ്ദേഹം ബേസിക് പ്രാണിക്ക് 20 സുദീപ്. ഓക്കെ, 20 ആവാൻ കുറച്ച് കൊല്ലങ്ങളും കൂടി. ബട്ട് അദ്ദേഹം കാലിക്കറ്റ് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്നു. MCKS ഫുഡ് ഫോർ ദി ഹംഗ്രിയുടെ ഒരു ട്രസ്റ്റി ആയിരുന്നു അദ്ദേഹം മാസ്റ്റർ ജോവാക്കോക്സിയുടെ ബേസിക് പ്രാണിക് ഹീലിംഗിന്റെ ഒരു ഓത്തറൈസ്ഡ് ഇൻസ്ട്രക്ടറാണ്. ഇന്ന് അദ്ദേഹം ഇത് കൂടാണ്ട് അദ്ദേഹം ഒരു ടാക്സ് ഓഫീസറും കൂടിയാണ് GST ഡിപ്പാർട്ട്മെന്റിൽ. അപ്പം ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ പങ്കുവയ്ക്കുന്ന ആത്മീയതയിലൂടെ എങ്ങനെ നന്നായി ജീവിക്കാം. രജി സർ, വെൽക്കം. താങ്ക് യു സുദീപ്. താങ്ക് യു ഫോർ ദ ഗുഡ് വേർഡ്സ്. നല്ല വാക്കുകൾക്ക് നന്ദി, നല്ല സംസാരത്തിന് നന്ദി. ഇത്ര നേരവും എല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ഞാനൊരു അപ്പോളജി പറയുന്നു. കാരണം വളരെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിൽ എനിക്ക് എത്താൻ പറ്റില്ല. വളരെ കുടുങ്ങിപ്പോയി. എല്ലാവരോടും അതിന് ആദ്യമേ തന്നെ ഒരു അപ്പോളജി പറയുന്നു. പക്ഷേ എന്തായാലും ഇനി വരുന്ന സമയം അത് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. നിങ്ങൾക്ക് ഇതൊരു മറക്കാനാവാത്ത ഒരു അനുഭവമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഗുരുവിനോട് പ്രത്യേകമായ അനുവാദം ചോദിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഇത് തുടങ്ങാൻ പോവുകയാണ്. താങ്ക് യു. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ജീവിതത്തിൽ സ്വന്തമായിട്ട് മാറ്റം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മാറ്റമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമുക്കൊരു മാറ്റം ഇല്ലെങ്കിൽ, ജീവിതത്തിൽ നമ്മളൊരു മാറ്റം അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് വളരെ വളരെ ബോറായിരിക്കും. വളരെ ഒരു രസവും ഉണ്ടാവില്ല. ജീവിതത്തിൽ യാതൊരു രസവുമില്ലാത്ത വളരെ വിരസമായ ഒരു ജീവിതമായിരിക്കും. എൻ്റെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയിരുന്നു. അപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ പ്രശ്നം, എന്താണ് നമുക്കുള്ള പ്രശ്നം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഡിഗ്രി ലെവലിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും വളരെ വിരസമായ അതിന് കാരണമുണ്ട്. സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം വളരെ വിരസമാണ്. കാരണം നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായിട്ടും നമ്മളെ മെൻ്റൽ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. പൂർണ്ണമായിട്ടും നമ്മളെ മെൻ്റൽ ബോഡിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെൻ്റൽ ബോഡിയെ ബേസ് ചെയ്തിട്ടാണ്
ആ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പൂർണ്ണമായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രൊഡക്ട്സ് ആണ്. നമ്മളുടെ മെൻ്റൽ ബോഡിക്ക് മാത്രമാണ് ഇതിനകത്തൊരു എക്സസൈസ് കൊടുക്കുന്നത്. എൻ്റെ ചെറുപ്പകാലത്താണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരുന്നു. ആർട്ട് ഫോംസ് ആയിട്ട് പിന്നെ സ്കൂളുകളിൽ ചിത്രകല പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, സംഗീതമുണ്ടായിരുന്നു. അത് രണ്ടും ഇപ്പോൾ നമ്മൾ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രമാത്രം സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വിവരിക്കാൻ പ്രയാസമാണ്. കാരണം അവരുടെ ഇമോഷണൽ ബോഡിക്ക് യാതൊരു, അല്ലെങ്കിൽ അവരുടെ വൈകാരികപരമായ തലത്തിൽ അവർ വളരെ 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 വീക്കാണെന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ്ട് 1-2 വർഷം മുമ്പ് നമ്മൾ കണ്ടിരുന്നു, ഒരു സ്കൂളിൽ നിന്ന് ഇവിടെ കണ്ണൂർ ടൗൺ, എൻ്റെ നാടായ എൻ്റെ ജില്ലയായ കണ്ണൂർ ടൗണിൽ നിന്നും ഒരു വിദ്യാർത്ഥിനിയെ കാണാതായി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കുട്ടി വീട്ടിലെത്തിയില്ല. അപ്പോൾ ഏതാണ്ട് 2 മണി സമയത്തിന് ഉള്ളിൽ വീട്ടിലെത്തേണ്ട കുട്ടി വീട്ടിലെത്തിയില്ല. എല്ലാവരും അന്വേഷണമായി ഭയങ്കര, പിന്നെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് അന്വേഷിച്ചു. അവസാനം മൊബൈൽ ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ നോക്കുമ്പോൾ ഇവർ തിയേറ്ററിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഒരു ആൺ സുഹൃത്തിൻ്റെ കൂടെ അവർ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുകയാണ്. അവർക്കന്ന് സിനിമ കാണാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ അവർ വേറെ വല്ല സ്ഥലത്തേക്ക് പോയിരുന്നെങ്കിൽ അവരെവിടെയെങ്കിലും എത്തിച്ചേരുമായിരുന്നു. പക്ഷേ അവർ സിനിമ കണ്ടതുകൊണ്ട് വീട്ടുകാർക്ക് കുട്ടിയെ യാതൊരു പരിക്കും കൂടാതെ തിരിച്ചു കിട്ടി. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന വളരെ വിദ്യാഭ്യാസമുള്ള നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിദ്യാഭ്യാസ സംവിധാനം മുഴുവൻ മെൻ്റൽ ബോഡിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ മെൻ്റൽ ബോഡി മാത്രമേ വളരുന്നുള്ളൂ. കണക്ക് കൂട്ടാൻ പഠിക്കുന്നു, സയൻസ് പഠിക്കുന്നു, മാത്തമാറ്റിക്സ് പഠിക്കുന്നു. പക്ഷെ അവരുടെ വൈകാരികപരമായിട്ട് അവർ വളരെയധികം വീക്കാണ്. അതുകൊണ്ടാണ് അവർ വളരെ പെട്ടെന്ന് ഒരു പ്രേമബന്ധത്തിൽ വീഴാനും, ഈ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രേമബന്ധങ്ങൾ എന്ന് പറയുന്നത് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ആളുകളും ഇതിലൂടെ കടന്നുപോയവരാണ്. അതിനെ നമ്മളൊരു ഇൻഫാക്ച്വേഷൻ പറയും, അല്ലെങ്കിൽ അത് പ്രായത്തിൻ്റെതായ ഒരു വളർച്ചയുടേതായ ഒരു ഭാഗമാണെന്ന് വരെ പറയേണ്ടിയിരിക്കുന്നു. അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ 11-12 വയസ്സായാലും അവരുടെ പ്യൂബർട്ടി, അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പ്രണയം ഇല്ലെങ്കിൽ അവർ ഡോക്ടറെ കൊണ്ട് കാണിക്കും, ഈ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്? കാരണം അവിടെ അതാണ് അതിൻ്റെ സിസ്റ്റം. ഇവിടെ നേരെ തിരിച്ചുമാണ്. അപ്പം വൈകാരികപരമായിട്ട് വൈകാരിക തലത്തിലുള്ള വളർച്ചയുടെ കുറവെന്ന് പറയുന്നത് അങ്ങനെ ഒരു അതിനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഗ്രാൻഡ് മാസ്റ്റർ ചുവാക്കോക്സി നമ്മൾ വളരെ നല്ല ഒരു പരിപാടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ നല്ലൊരു പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്, പ്രാണിക് ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം. ഈ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാവരും വിചാരിക്കും ഇതൊരു ചികിത്സാ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റാത്തതാണ്, അപ്രാപ്യമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് എല്ലാവരും തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എങ്ങനെയാണ് ഒരാളുടെ വൈകാരിക ശരീരം ഡെവലപ്പ് ആകുന്നത്, എങ്ങനെയാണ് ഒരു വൈകാരിക ശരീരം കുട്ടികളുടെയൊക്കെ വൈകാരിക ശരീരത്തിലേക്ക് എങ്ങനെയാണ് പ്രാണിക് ഹീലിംഗ് എഫക്റ്റ് ആകുന്നത് എന്നുള്ളത് 1-2 മെഡിറ്റേഷനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഇന്നത്തെ കുട്ടികളെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരും മാതാപിതാക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആശയവിനിമയം വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കുറവായിട്ട് അവർ ആശയവിനിമയം നടത്തുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വൈകാരികപരമായിട്ടുള്ള ഈ ശരീരത്തിൻ്റെ, അല്ലെങ്കിൽ ഈ വൈകാരികപരമായിട്ടുണ്ടാകുന്ന ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ്. അതേസമയം ഒരു പ്രാണിക് ഹീലിംഗ് പഠിച്ച കുട്ടിയും അവരുടെ മാതാപിതാക്കളും അവർ തമ്മിലുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ ആഴത്തിലുള്ളതാണ്, അത് വളരെ ദൃഢമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വൈകാരികപരമായ ഒരു സപ്പോർട്ടിന് വേണ്ടി പുറത്ത് ഒരു സോഴ്സിലേക്ക്, അല്ലെങ്കിൽ പുറത്തൊരു ഉറവിടത്തിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പ്രാണിക് ഹീലിംഗിന്റെ മഹത്വം നമുക്ക് അവിടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. അത് കൂടാതെയാണ് മറ്റ് തലങ്ങളിലേക്ക് അത് കടന്നു വരുന്നത്. ചികിത്സാപരമായിട്ടാണെങ്കിലും അവരുടെ ആത്മീയപരമായിട്ടാണെങ്കിലും. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്കറിയാം, ബൈബിളിലെ ഒരു കോട്ട് നിങ്ങൾക്കറിയാം, ഈ ലോകം മുഴുവൻ നേടിയിട്ടും ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ഫലം? നമ്മൾ ധാരാളം സമ്പത്തുണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ ധാരാളം മറ്റു പല സംഭവങ്ങളും ഉണ്ടാക്കി, പക്ഷെ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം.
എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നമ്മൾ ഒരുപാട് സമ്പത്തുണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ വലിയ പദവി ഉണ്ടാക്കി, നമ്മൾ വലിയ അധികാരത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് സന്തോഷമില്ല. നിങ്ങളൊക്കെ സന്തോഷമുള്ളവരാണോ ജീവിതത്തിൽ? ഏത് തലത്തിലൊക്കെ സന്തോഷമുള്ളവരാണ്, സന്തോഷം അനുഭവിക്കുന്നവരാണ് നിങ്ങളൊക്കെ? ശരിക്കും റിയൽ ഹാപ്പിനെസ് അനുഭവിക്കുന്നവർ ആരൊക്കെയുണ്ട്? നിങ്ങളോട് തന്നെ ചോദിക്കുക, ഉത്തരം ആരും പറയണ്ട, നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നവരാണോ? അതിൻ്റെ ഉത്തരം അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്? നിങ്ങൾ വൈകാരികപരമായിട്ട് ഇമ്മെച്യൂറാണ്, അല്ലെങ്കിൽ വളരാത്തവരാണെന്ന് ഉറപ്പിച്ച് പറയാം. അതിന് ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് പ്രാണിക് ഹീലിംഗ് പഠിക്കുക, അത് പരിശീലിക്കുക, അത് പ്രചരിപ്പിക്കുക. ഇതിനകത്ത് വേറെ മറ്റ് യാതൊരു ലാഭവും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാകും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കുക? അതൊക്കെ നമ്മൾ ഇനി വരുന്ന കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിലേക്കും കൂടെ നമുക്ക് കടന്നു പോകാം. എങ്ങനെയൊക്കെ നമുക്കത് നന്നാക്കാൻ പറ്റും, നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റും എന്ന് നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതിനുള്ളൊരു ഒരു ചെറിയൊരു പരിശ്രമം നമുക്ക് നടത്തി നോക്കാം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഉദാഹരണത്തിന്, ഒരു പൂ വിരിയുന്നു, അല്ലെങ്കിൽ ഒരു പൂ വിരിഞ്ഞിരിക്കുന്നു. ആ പൂവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അത് അത് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമാണ്. ഒരു പൂ വിരിഞ്ഞിരിക്കുന്ന ഒരു പൂവ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് പൂർണ്ണമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത് നമ്മൾ കാണാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു പക്ഷി പറക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഒരു പക്ഷി പറക്കുന്നത്? പക്ഷിക്ക് എവിടെയെങ്കിലും അർജന്റായിട്ട് പോകാനുണ്ടോ? പക്ഷെ പക്ഷി പറക്കുന്നു. അത് അതിൻ്റെ സ്വാഭാവികമായ ആത്മീയതയുടെ പ്രകടനമാണ്. ഒരു പൂ വിരിയുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു ആത്മീയതയുടെ പ്രകടനമാണ്. അതിൻ്റെ സൗന്ദര്യം അത് മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് പക്ഷേ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പീരീഡിലേക്ക് മാത്രമേ ഉള്ളൂ അത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നത്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഒരു കുയില് പാട്ട് പാടുന്നു. ആരെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടിയാണോ കുയില് പാടുന്നത്? എന്നാൽ ഒരു ആയിരക്കണക്കിന് ഓഡിയൻസ് ഉണ്ട്, എന്നാൽ അവരെയൊക്കെ ഞാൻ ഈ പാട്ട് പാടി കേൾപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. കുയില് പാടുന്നത് അതിൻ്റെ സ്വാഭാവികമായ ആവിഷ്കാരമാണ്. അല്ല, അതിനെ നമ്മൾ ആത്മാവിഷ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത്ര മനോഹരമായിട്ട് കുയില് പാടുന്നു. പക്ഷെ നമ്മളതൊന്നും കേൾക്കുന്നില്ല, നമ്മളതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വളരെ സ്ട്രെസ്ഡാണ്. നമ്മളെല്ലാ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമുക്കൊരു മാറ്റം വരുത്തണ്ടേ? ആ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മൾ പറഞ്ഞൊരു പൂ വിരിഞ്ഞിരിക്കുന്ന ആ പൂ, അത് ആസിറ്റീസ് കംപ്ലീറ്റ് ആണ്, ആസിറ്റീസ് പൂർണ്ണമാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഉള്ള ഒരു അടങ്ങാത്ത ഒരു ആഗ്രഹമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? അവൻ ശരിക്കും അവൻ്റെ പൂർണ്ണതയിലേക്ക് തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവനിലുള്ള ഈശ്വരന്റെ അംശം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതൊരു അംശം മാത്രമേ ഉള്ളൂ. ആ അംശത്തെ പൂർണ്ണവൽക്കരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണതയിൽ എത്തുക എന്ന് പറയുന്നത്. അതാണ് ഈശ്വരനുള്ള അംശം നമ്മളിൽ ഓരോരുത്തരിലും ഈശ്വരനുണ്ട്. നമ്മളിൽ ഈശ്വരന്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിലുള്ളൂ. ആ ചെറിയ ഭാഗത്തെ നമ്മൾ എങ്ങനെ വളർത്താം, എങ്ങനെ വലുതാക്കാം എന്നുള്ളതാണ് നമ്മുടെ എവല്യൂഷൻ, നമ്മുടെ ആത്മസാക്ഷാത്കാരം, നമ്മുടെ എന്താ പറയുന്ന അവബോധത്തിലെത്തുക, തിരിച്ചറിവിലെത്തുക എന്നൊക്കെ പറയുന്നത്. ഞാൻ ആരാണ്, നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം അവിടെയാണ് പ്രസക്തമാകുന്നത്. നമ്മളൊക്കെ ആത്മാവിന്റെ തലങ്ങളിൽ നമ്മളെല്ലാം ഒന്നാണെന്നും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നും ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തെ പോലെ വളരെ പ്രബുദ്ധരായ, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം എന്തിന്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? വളരെ നിസ്സാരമായ കാര്യത്തിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈകാരിക ശരീരത്തിലുണ്ടാകുന്ന അപര്യാപ്തത മൂലമാണ്. കാരണം അവരാരും വൈകാരികപരമായിട്ട് മെച്യൂർ അല്ല, മുതിർന്നവരല്ല. പല ആളുകളും വൈകാരികപരമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അതിനെ നമുക്ക് മറികടക്കാൻ ഏതെങ്കിലും ഒരു ആത്മീയ പരിശീലനങ്ങൾ നടത്തുകയും, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സർഗാത്മകമായിട്ടുള്ള രീതിയിലേക്ക് കടക്കാം. അങ്ങനെയുള്ള കഴിവുള്ളവർക്ക് അഭിനയത്തിന് പോകാം, മിമിക്രിക്ക് ചേരാം, ഡാൻസിന് പോകാം, പാട്ടിന് പോകാം.
പടം വരയ്ക്കാം, അങ്ങനെ നൃത്യങ്ങളിൽ പങ്കെടുക്കാം. അങ്ങനെ ഏത് വിധേനയാണെങ്കിലും ഏത് വിധത്തിലെങ്കിലും ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു നാട്ടുനടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. കുട്ടികളായി, ഹസ്ബൻഡായി, അവരുടെ വീട്ടുകാരായി, ഇതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ സ്വന്തം ആത്മാവിന്റെ വളർച്ചയ്ക്ക് എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ വളരെ മനോഹരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അത് സർവീസാണ്. ആ സർവീസിലൂടെയും ഈ ഒരു ആനന്ദം നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ അത് സർവീസായിട്ടല്ല അവർ കണക്ക് കൂട്ടുന്നത്. അതൊരു കടമയായിട്ടാണ് സാധാരണ സ്ത്രീകൾ അത് കരുതുന്നത്. കുട്ടികളെ വളർത്തുക, ഹസ്ബൻഡിന് സെർവ് ചെയ്യുക എന്നൊക്കെയുള്ളത് അത് സർവീസായിട്ട് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, സർവീസായിട്ട് അതിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലം മാറുകയാണ്. അതിലൂടെ വളരെയധികം ആനന്ദം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അവിടെ അങ്ങനെ ഉണ്ടാകുന്ന ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അതിനെ കൂടുതൽ മനോഹരമാക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും അതിൻ്റെ ഗുണം ഉണ്ടാവും. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളും, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവിക്കുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് കർമ്മ നിയമപ്രകാരമാണ്, അല്ലെങ്കിൽ ലോ ഓഫ് കർമ്മ എന്ന് പറയും. കർമ്മ നിയമപ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത്. ഈ കർമ്മ നിയമം എങ്ങനെയാണ് നമുക്ക് ബാധകമാകുന്നത്? നമ്മൾ ഈ ജന്മം നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് പല പല ജന്മങ്ങളിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അതിൻ്റെ കർമ്മങ്ങൾ ഉണ്ടാവാം, അതിൻ്റെ കർമ്മ ബാധ്യതകൾ ഉണ്ടാവാം. ഇപ്പം ബാങ്കിൽ നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കണം. അത് നിങ്ങൾ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ആളുകൾ അടയ്ക്കണം, നിങ്ങളുടെ ഇൻഹെറിറ്റേഴ്സ് അടയ്ക്കണം, തീർച്ചയായിട്ടും അടയ്ക്കണം. അതേപോലെ തന്നെയാണ് ഇത്. അവിടെ കടം ഉണ്ടെങ്കിൽ അവിടെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ കർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ മോശപ്പെട്ട കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇന്ന് തന്നെ എടുക്കുക. ഞാൻ ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ദൂരത്ത് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ബേസിക് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ 6 മണിക്ക് പുറപ്പെട്ടതാണ്. ഈ 6 മണിക്ക് പുറപ്പെട്ട 25 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏതാണ്ട് 2.25 മണിക്കൂർ എടുത്തു. അപ്പം അത് ഒരു കർമ്മയുടെ ഭാഗമാണ്. കാരണം വേറെ വഴിയൊന്നുമില്ല. ഈ ബസ്സിൽ കയറി വന്നെങ്കിലേ പറ്റുള്ളൂ, വേറെ യാതൊരു വഴിയില്ല. അതിശക്തമായ മഴയാണ്. അപ്പം ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരവസ്ഥയാണ്. നമുക്കവിടെ എത്താൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ എത്രയോ നേരത്തെ തന്നെ ഇത് ചെയ്തതാണ്. പക്ഷെ നമുക്ക് അത് അത്രയും 25 കിലോമീറ്ററിന് ഞാനൊരു 2 മണിക്കൂറൊക്കെ നമുക്ക് സ്പെയർ ബഫർ ടൈം കൊടുക്കാമെന്ന് വിചാരിക്കുക. അതിൽ കൂടുതൽ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. അത് ഞാൻ തീർച്ചയായിട്ടും അക്നോളജ് ചെയ്യുന്നു. ഒരു 3 മണിക്കൂറെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് ഞാൻ 8 മണിക്ക് തന്നെ എത്തിയേനെ. പക്ഷേ എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അതിൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കർമ്മ നിയമം കർമ്മ നിയമപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്കത് എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജീവിതം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് പോകാൻ പറ്റുക. ഇപ്പം ഞാൻ സാധാരണഗതി ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഒരു മദ്യപന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മദ്യപന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു നല്ല സ്ത്രീ ആയിരിക്കും. പക്ഷെ ഈ മദ്യപൻ എല്ലാ ദിവസവും മദ്യപിച്ചിട്ട് ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നുണ്ടാവും. അപ്പൊ ഈ വേദനയൊക്കെ സഹിച്ചുകൊണ്ട്, സ്വന്തം ശപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ത്രീ ഭക്ഷണം പാചകം ചെയ്യുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ സ്ത്രീ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന കൂട്ടത്തില് ഈ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടും ആ ഒരു കാര്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവരുണ്ടാക്കുന്ന ഫുഡ് അങ്ങനത്തെ ആയിത്തീരും. ആ ഫുഡിൽ അലിഞ്ഞു ചേരുന്നത് ഇവർ പറയുന്ന കാര്യങ്ങളാണ്. ഇവർ പറയുന്ന ഈ ഊർജമാണ് ആ ഫുഡിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. ആ ഫുഡ് കഴിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഫുഡ് കഴിക്കുന്ന ഈ മദ്യപന്റെ തന്നെ അവസ്ഥ എന്തായിരിക്കും? ആ ഫുഡ് കഴിക്കുന്ന ഈ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്, എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് പ്രാണിക് ഹീലിംഗിലൂടെ പഠിപ്പിക്കുന്നത്. ഈ ഊർജത്തിന്റെ ഒരു കൈമാറ്റം, ഊർജം എങ്ങനെ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നു,
അതുവഴി നമുക്ക് എങ്ങനെ ഇതിനെ നന്നായിട്ട് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യം കൂടിയാണ് പ്രാണിക് ഹീലിങ്ങിലൂടെ പഠിപ്പിക്കുന്നത്. ഇത് സാധാരണ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അവരുടെ വൈകാരിക ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണെന്നുള്ളത്. ഇത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരു 10 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അവർക്ക് ഇരുഹൃദയ ധ്യാനം, ഗ്രാൻഡ് മാസ്റ്റർ ചോവാക്കോക്സയുടെ ഇരുഹൃദയ ധ്യാനം ആഴ്ചയിൽ 1 വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വൈകാരിക ശരീരത്തിന് വളരെ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഒരു ടെസ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു. ഞങ്ങളൊരു സ്കൂളിൽ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ചെറിയ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്, ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അതിൽ കുഴപ്പക്കാരായ പിള്ളേരെ ഞങ്ങൾക്ക് തരുമെന്ന് ചോദിച്ചു. ആ കുഴപ്പക്കാരായ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ ഈ പ്രാണിക് ഹീലിങ്ങിന്റെ സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറഞ്ഞ ഒരു പരിശീലനമുണ്ട്, അത് നമ്മൾ ചെയ്യിപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ പരിശീലനം ഏതാണ്ട് 2.5 മാസം 3 മാസത്തോളം ചെയ്തു. അപ്പോൾ ഈ 2.5 മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കുട്ടികളല്ല ഈ 3 മാസം കഴിഞ്ഞപ്പോൾ വന്നത്. ആ കുട്ടികൾ തന്നെ അവർ തന്നെ പറഞ്ഞു, നമ്മൾ അവരുടെ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, 2 മാർക്ക് മേടിച്ച കണക്കിന് 2 മാർക്ക് മേടിച്ച കുട്ടി ഈ 3 മാസം കൊണ്ട് കണക്കിന് 28 മാർക്ക് മേടിച്ചു. അപ്പോൾ 2 28 തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുട്ടികൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ പരിശീലനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്, അല്ലാണ്ട് അവർ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അപ്പൊ നമ്മൾ പ്രാണിക് ഹീലിംഗിൽ ചെയ്യുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു കാര്യം പോലും, അല്ലെങ്കിൽ ഒരു സംഗതി പോലും വളരെ ചെറിയൊരു ടെക്നിക്ക് ആയിരിക്കും, പക്ഷെ അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണേണ്ട കാര്യമില്ല. അത് പലരുടെയും ജീവിതത്തിലേക്ക് വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി സീരിയസ് ആയിട്ട് പോയി പരിശീലിക്കണം എന്നല്ല പറയുന്നത്, നമ്മളതിനെ വളരെ ഗൗരവമായി അപ്രോച്ച് ചെയ്യണം എന്നാണ്, അത് സമീപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് നമ്മൾ എല്ലാ ദിവസവും അത് പരിശീലിക്കുന്നുണ്ടെന്നും എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്നും നമ്മുടെ കുട്ടികളെങ്കിലും ഇത് കൃത്യമായിട്ട് ഇതിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു കുട്ടികളും ചോദിക്കും. അങ്ങനെ ഇത് നമുക്ക് പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമായിട്ട് സാധിക്കും. ഇതിന്റെ പ്രചരണം കൊണ്ട് ഇത് എങ്ങനെയാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്? നമുക്ക് ഭയങ്കര പല ബുദ്ധിമുട്ടുകളുണ്ട്. കേരളത്തിൽ അമ്മയെ തല്ലിയാലും ഉണ്ട് 2 വർഷം. അമ്മയെ തല്ലിയാലും അതിന് അനുയോജിച്ചും പ്രതികൂലിച്ചും 2 വർഷങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം അത്രമാത്രം പ്രബുദ്ധരാണ് നമ്മൾ, അത്രമാത്രം നമ്മൾ മെന്റൽ ബോഡിയിലാണ് ജീവിക്കുന്നത്. സോറി, വൈകാരിക ശരീരത്തിലല്ല. നമ്മൾ ഏത് തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ മെന്റൽ ബോഡിയിലാണ് ഈ ജീവിതം മുഴുവൻ നമുക്ക് ഉണ്ടാവുന്നത്. നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ മെന്റൽ ബോഡിയുമായിട്ടാണ് നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 വർഷം ഉണ്ടാകുന്നത്. അതേസമയം നമ്മുടെ വൈകാരിക ശരീരവും ശരിയായ പക്വത ആർജിച്ചാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. ഇവിടെയാണ് നമ്മളും വിദേശികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അവരുടെ വൈകാരിക ശരീരവും വളരെയധികം ഉയർന്ന തലത്തിലേക്ക് അവരിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയും നമ്മുടെ പ്രദേശങ്ങളിലേക്കൊക്കെ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയും ഇല്ലാതായി തീരുകയും ചെയ്തു എന്നുള്ള വിചിത്രമായ കാര്യമാണ് കാണുന്നത്. ഇന്നിപ്പം സാധാരണഗതിയിലൊക്കെ ഡൈവോഴ്സ് അല്ലെങ്കിൽ അതെന്നൊക്കെ പറയുന്നത്, വിവാഹബന്ധം വേർപിരിയ എന്നൊക്കെ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ഒരു തമാശയാണ്. ആ തമാശ ഇവിടെയാണ് ഇപ്പം കൂടുതലായിട്ട് നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് രസകരമായി തോന്നിയ ഒരു ന്യൂസ് ഇതായിരുന്നു. ജപ്പാനില് വളരെ സുഹൃത്തുക്കളായിട്ടുള്ള വളരെ അടുത്ത സുഹൃത്തിനെ കല്യാണം കഴിക്കുന്ന ഒരു ടെൻഡൻസി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ബെസ്റ്റിയെ കല്യാണം കഴിക്കുക. ഇപ്പൊ ബെസ്റ്റി ആണല്ലോ എല്ലാം. അപ്പൊ ബെസ്റ്റിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, വളരെ അടുത്ത സുഹൃത്തിനെ, ഏറ്റവും അടുത്ത സുഹൃത്തിനെ കല്യാണം കഴിക്കുക. അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാല്, ഈ വളരെ അടുത്ത സുഹൃത്തിന് അവർക്ക് രണ്ടുപേർക്കും അവരുടെ പ്രോസ് ആൻഡ് കോൺസ് അറിയാം, അവരുടെ ഗുണദോഷങ്ങളും എല്ലാം അറിയാം. അപ്പൊ അവർ പൂർണ്ണമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവരുടെ ജീവിതം ഓക്കെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരാൾക്ക് അയാളുടെ പൂർണ്ണ സ്വാതന്ത്ര്യം മറ്റയാളുടെ അടുത്ത് കിട്ടുന്നു. അപ്പൊ അങ്ങനെ പരസ്പരം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ആവശ്യമുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവസരം ഉണ്ടാകുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അവർക്ക് കുട്ടികൾ വേണ്ടേ? അവർക്ക് കുട്ടികൾ വേണം, പക്ഷെ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി അവർ മെഡിക്കലായിട്ടുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസെമിനേഷനും അങ്ങനെയുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള വഴിയിൽ അവർ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നു, ആ കുട്ടികള് പ്രസവിക്കുന്നു, അവരെ കുട്ടികളെയും വളർത്തുന്നു. പക്ഷേ അവര് സ്വാഭാവികപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ ഇതിനെയാണ്
ഫ്രണ്ട്സ് മാരേജ്, ബെസ്റ്റ് ഫ്രണ്ട് മാരേജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ്ട് 500 മുതൽ 1000-ഓളം ആളുകൾ ഇപ്പോൾ അവിടെ ഈ ജപ്പാനിൽ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ പോലും താല്പര്യമില്ല, അതിന് പോലും താല്പര്യമില്ല. അവർ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. അവർ കുട്ടികൾ വേണമെന്ന് തോന്നുമ്പോൾ അവർ അല്ലാത്ത രീതിയിൽ തന്നെ അവർ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് അവരെ പോറ്റി വളർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വേഗം മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്, ഒരു ബെസ്റ്റി അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് ആ ഫ്രണ്ടിന്റെ ഗുണവും ദോഷവും ഒക്കെ അറിയാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും തമ്മിലും അങ്ങനെ ആയിരിക്കണ്ടേ? അങ്ങനെ ആകുമ്പോഴാണല്ലോ അതൊരു നല്ല ഒരു ബന്ധമായി മാറുക. നമ്മളൊക്കെ അങ്ങനെയാണോ എന്നുള്ളത് ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. ആ ഒരു ആത്മപരിശോധന നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. എന്നിട്ട് നമുക്ക് എങ്ങനെ അങ്ങനെ ആവാം, ഇതുവരെ അങ്ങനെ ആയിട്ടില്ല, ഞാൻ എങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റി ആകാം, ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയുടെ ബെസ്റ്റി ആകാം എന്നുള്ള ഒരു ചെറിയ ഗവേഷണം നടത്തുന്നത് രസകരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ രസകരമാക്കാൻ അത് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ കർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഒരു സാധാരണ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക ബാങ്ക് അക്കൗണ്ടിൽ. ആ 10,000 രൂപ കൊണ്ട് ആരോടെങ്കിലും പോയിട്ട് ഒരു കാർ വാങ്ങിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആ 10,000 രൂപയ്ക്കുള്ള ഒരു കളിപ്പാട്ടം പോയി വാങ്ങാനേ പറ്റുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കുക. അത് തന്നെയാണ് കർമ്മ നിയമം എന്ന് പറയുന്നത്. നിങ്ങളുടെ കർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ വരുന്ന നിങ്ങൾ അത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ശരിക്കും നടക്കുന്നില്ല. അങ്ങനെ ആണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ കർമ്മയുടെ അക്കൗണ്ട് നെഗറ്റീവാണ്. അപ്പൊ അതിനെ പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? ഗുഡ് കർമ്മ ഉണ്ടാക്കണം. നല്ല കർമ്മ ധാരാളമായിട്ട് ഉണ്ടാക്കണം. എങ്ങനെയാണ് നല്ല കർമ്മ ഉണ്ടാക്കുന്നത്? നല്ല കർമ്മ ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അത് ദാനം കൊടുക്കുക എന്നുള്ളതാണ്. ദാനം കൊടുക്കുക എങ്ങനെയാണ് ദാനം കൊടുക്കേണ്ടത്? മറ്റുള്ളവർക്ക് വിശപ്പിനുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദാനം. ഗ്രാൻഡ് മാസ്റ്റർ ചോക്കോക്സിയുടെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഫുഡ് ഫോർ ഹംഗ്രി ഫൗണ്ടേഷൻ ഉണ്ട്, അതുപോലെയുള്ള മറ്റ് ധാരാളം ഓർഗനൈസേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് ദാനം കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നവർക്കും നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നത് വഴി അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുന്ന ഒരു എലമെന്റ് ആക്കി, അത് ഒരു ഘടകമാക്കി അത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ, ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പോലെ 10% അല്ല, വരുമാനത്തിന്റെ 10% അല്ല, അതിൽ കൂടുതൽ നിങ്ങൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്ന അറിയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നാണ്, ഞാനതിനൊരു സാക്ഷിയാണ്. അപ്പോൾ ആ മാറ്റം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതിൽ കൂടുതൽ നിങ്ങൾ ദാനം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കാൻ തുടങ്ങുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ ദാനം ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കും. പിന്നെ അതൊരു ശീലമായിക്കോളും. ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ബിൽഗേറ്റ്സിൻ്റെയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അദ്ദേഹം 100 രൂപ ഉണ്ടാക്കിയാൽ അതിൽ 70 രൂപയും അദ്ദേഹത്തിന്റെ ബിൽഗേറ്റ്സ് ചാരിറ്റബിൾ ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും മൈക്രോസോഫ്റ്റ് ഇപ്പോഴും വലിയ അചഞ്ചലമായിട്ട് അല്ലെങ്കിൽ താഴോട്ട് പോകാതെ ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്കറിയാം, എല്ലാവരും, അതായത് ഇൻഫോസിസിന്റെ സ്ഥാപകനായിക്കോട്ടെ, അവർക്ക് ഉണ്ട് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഷിബുലാൽ ആയിരുന്നു അദ്ദേഹത്തിന് ഇൻഫോസിസിന്റെ ചെയർമാൻ, അദ്ദേഹത്തിനുണ്ട് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഉണ്ട്. അതുപോലെ ബിൽഗേറ്റ്സിന്റെ ഫണ്ടൊക്കെ ഇന്ത്യയിലോട്ടൊക്കെ ധാരാളം വരുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിന് നല്ല അദ്ദേഹം വളരെയധികം ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഈ കോവിഡൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പേ തന്നെ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ സമുച്ചയത്തിനും അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹം ധാരാളം പൈസ മുടക്കുകയും അങ്ങനെ ഈ വാക്സിനൊക്കെ ഉണ്ടായത് അതിന്റെയൊക്കെ ഫലമായിട്ടാണ്. അതൊക്കെ കൊണ്ടാണ് നമുക്ക് കൊറോണ കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിർത്താനും നമ്മുടെ വരുതി കൊണ്ടുവരാനും പറ്റിയത്. അതിന് കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പുതിയൊരു സാധനമാണ്. ഇപ്പം നമുക്കത് ശീലമായി, നമ്മുടെ ശരീരത്തിൽ അതിന്റെ ആന്റിബോഡികളൊക്കെ വന്നു. ഇപ്പം അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
പക്ഷെ അന്ന് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അത് മുൻകൂട്ടി കാണുകയും അതിനെ ഇൻഡ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതീന്ദ്രിയമായിട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിനനുസരിച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ കോവിഡ് വന്നപ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ വരുമാനത്തിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമ്മുടെ വളർച്ച വളരെയധികം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് എല്ലാവരുടെ കാര്യത്തിലും ഇത് സത്യമാണ്. ഇത് നമ്മൾ ഈ കർമ്മ നിയമം പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളെ ഇതാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല ഈ കർമ്മ നിയമം വരുന്നത്. ഈ കർമ്മ നിയമം എന്ന് പറയുന്നത് നിങ്ങളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലുള്ള മിസ്റ്റേക്കുകൾ അത് മാറ്റി അത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടും, കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, കൂടുതൽ എവല്യൂഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയും, കൂടുതൽ സന്തോഷത്തിലേക്ക് നിങ്ങൾ മാത്രമല്ല നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും ആ സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാര്യം. അപ്പം മറ്റുള്ളവരുടെ സങ്കടത്തിൽ നമ്മൾ ചേരുകയും അവരുടെ സങ്കടം മാറുമ്പോൾ അതിലുണ്ടാകുന്ന ആനന്ദം അത് നമ്മളുടെ തന്നെ ആനന്ദമായിട്ട് നമ്മൾ കരുതുമ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നത്. നമുക്ക് ചെറിയ ചെറിയ ദുഃഖങ്ങൾ ഉണ്ടാകും, പക്ഷേ എങ്കിലും മറ്റുള്ള ഒരാളുടെ സങ്കടം മാറ്റി അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ദുഃഖം മാറ്റി നമ്മളത് സന്തോഷമാക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും നമുക്കതിലൊരു ആനന്ദം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ സേവനം ചെയ്യുക എന്നുള്ളതാണ്. സേവനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് ആ കടമയായി തന്നെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മെച്ചം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. ബിൽഗേറ്റ്സ് കണ്ടതുപോലെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ കഴിയും. നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറയുക, അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിതത്തിനെ നമുക്ക് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പറ്റും എന്നൊക്കെ ഈ പ്രാണിക് ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ എങ്ങനെയാണ് അത് പ്രാണിക് ഹീലിങ്ങിലൂടെ അല്ലെ പ്രാണിക് ഹീലിംഗ് പഠിക്കുന്നതിലൂടെ നമുക്കത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്, കൂടുതൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് പ്രാണിക് ഹീലിംഗിന്റെ ശരിയായിട്ടുള്ള മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് നമ്മൾ വളരെയധികം ആവേശത്തോടു കൂടി തന്നെ ഇത് മറ്റുള്ള ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഈ ആത്മീയ സാധന മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ ഫിലിം ആക്ട്രസ് ആയിട്ടുള്ള ലെന ആത്മീയപരമായിട്ട് അവർക്ക് പിന്നെ സെൽഫ് റിയലൈസേഷൻ കിട്ടിയെന്നും അതിലൂടെ ഒരു പുസ്തകം എഴുതുകയും ആ പുസ്തകത്തിന്റെ പേര് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ ആത്മകഥ എന്ന് പറഞ്ഞ ഒരു പുസ്തകം അവർ ആമസോണിൽ ബെസ്റ്റ് സെല്ലർ ആണെന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാവുന്നതാണ്. അവര് പിന്നെ അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ ഇന്റർവ്യൂകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കാവുന്നതാണ്. പുസ്തകം ഇംഗ്ലീഷിലാണ്, മലയാളത്തിലെ പുസ്തകം ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അത് നല്ലതാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഉണ്ടാകുന്നതും അവരെ കാണുകയും അവരുടെ കാര്യങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അത് അവരെ ഫോളോ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ അവരെ ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളത് വായിക്കുന്നത് വഴി നിങ്ങളുടെ അവബോധത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ പല ആചാര്യന്മാരും അങ്ങനെയാണ്. അവര് ഇത് പങ്കുവെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവരത് രേഖപ്പെടുത്തി വെച്ചത്, അത് പുസ്തകമാക്കി വെച്ചത്. രമണ മഹർഷിയാണ് ചോദിച്ചത്, ഞാൻ ആരാണെന്നുള്ള ചോദ്യം വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളാണ്, ഞാൻ ഒരു പേര് പറഞ്ഞാൽ മതി എന്നുള്ളത്. ഈ പേര് പറഞ്ഞാൽ മതി എന്നുള്ള പറഞ്ഞ ഈ വ്യക്തി ഉറങ്ങുമ്പോൾ എവിടെ പോകുന്നു? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എവിടെയാ പോകുന്നത്? നിങ്ങൾ അവിടെ തന്നെ കിടപ്പുണ്ട്, കട്ടിലിൽ നിങ്ങളുടെ ഒരു ശരീരം കിടപ്പുണ്ട്. പക്ഷെ ആ ശരീരമാണോ നിങ്ങൾ? ആലോചിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ആത്മാവിന്റെ പ്രസക്തി. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് എവിടെയാണ്? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവ് എവിടെയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് പ്രാണിക് ഹീലിങ്ങിനോട് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെയധികം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയും നമ്മൾ വളരെ കൗതുകത്തോടുകൂടി നമ്മളെ പ്രകൃതിയെ നോക്കുകയും
ഓരോ പൂ വിരിയുന്നതിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം ഉണ്ടാകുകയും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ സന്തോഷം പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുകയും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്ര സന്തോഷവാനായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് നോക്കുക ആത്മീയപരമായി വളരെ ഉന്നതിയിലുള്ള സെൽഫ് റിയലൈസേഷൻ കിട്ടിയിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സംസാരം നമ്മൾ ശ്രമിക്കുമ്പോൾ അവർ എത്രമാത്രം സന്തോഷത്തിൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ആയിരിക്കണം നമ്മളും, അങ്ങനെ ആകണം. അങ്ങനെ ആകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ അഭിനയിക്കണം എന്നല്ല പറഞ്ഞത്, അങ്ങനെ ആകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആ പരിശ്രമം ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകുകയില്ല. ഇതൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, നിങ്ങളുടെ ജോലി ചെയ്യുക, നിങ്ങളുടെ മെന്റൽ ബോഡി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ജീവിക്കാം. ഞാൻ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കുറച്ച് കാലം ചെന്നൈയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവന് ലീവ് കിട്ടിയാലും അവൻ വീട്ടിൽ പോകത്തില്ല. അവന് അച്ഛൻ അമ്മ അങ്ങനെയുള്ള ബന്ധത്തിനൊന്നും അവന് അതിനൊന്നും ഒരു അർത്ഥം കാണുന്നില്ല. പക്ഷെ അവൻ നന്നായിട്ട് പഠിക്കും. അക്കാഡമിക്കലി വളരെ ബ്രില്യൻ്റ് ആണ് അവൻ. എല്ലാത്തിനും നല്ല മാർക്കാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്. പക്ഷെ അവൻ്റെ വൈകാരിക ശരീരം വളരെയധികം ശിശുക്കളുടെ പോലെയാണ്. യാതൊരു മെച്യൂരിറ്റിയും ഇല്ല. കാരണം അവന് യാതൊരു വൈകാരിക ബോധവും ഇല്ല. കാരണം എന്താണ്, അവനെ ഗവേൺ ചെയ്യുന്നത് അവൻ്റെ മെന്റൽ ബോഡി മാത്രമാണ്. മെന്റൽ ബോഡി മാത്രം ഗവേൺ ചെയ്താൽ പോരാ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മെന്റൽ ബോഡി മാത്രം ഗവേൺ ചെയ്താൽ പോരാ. നമ്മുടെ എല്ലാ ബോഡികളും അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് ബാലൻസ്ഡ് ആയിരിക്കണം. ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി, ഇങ്ങനെ സന്തുലിതാവസ്ഥയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റർ ചോവാക് നമുക്ക് അർഹാത്തിക് യോഗ തന്നിരിക്കുന്നത്. പ്രാണിക് ഹീലിംഗിൽ വളരെ മനോഹരമായിട്ട് അർഹാത്തിക് യോഗ തന്നിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ ബോഡികളെയും നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആനന്ദമുണ്ടാക്കുന്നതിന് വേണ്ടിയും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയും ദൈവസാക്ഷാത്കാരത്തിന് വേണ്ടിയും നമുക്ക് പ്രവർത്തിക്കാനും അതുവഴി സാധിക്കുന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, സേവനം ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ ആത്മീയ പരിശീലനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും വളരെ മെച്ചപ്പെട്ടതാകുന്നു. നമ്മൾ വളരെയധികം സമ്പന്നരാകുന്നു. എല്ലാ അർത്ഥത്തിലും സമ്പന്നരാകുന്നു. ആത്മീയമായും ഭൗതികമായിട്ടും നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ആചാര്യാണ് നമുക്കറിയാം, ശ്രീ ഗുരു നിത്യചൈതന്യയുടെ ഗുരു എന്ന് പറയുന്നത് നടരാജ ഗുരു. അദ്ദേഹം വലിയ ഒരു ഓഫീസറായിരുന്നു. അപ്പോൾ മനസ്സിലാക്കുക, ഭൗതികപരമായിട്ടും നമ്മൾ മെച്ചപ്പെടേണ്ടതുണ്ട്. ഭൗതികപരമായിട്ടും നമ്മൾ മെച്ചപ്പെടണം. എന്നാലും മാത്രമേ നമുക്ക് ആത്മീയപരമായിട്ട് മെച്ചപ്പെടാൻ വരുള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ പോലെ സന്യാസിമാര് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിക്കണം എന്നൊന്നും പറയുന്നതിലൊന്നും ഇന്നത്തെ കാലത്ത് അതിനൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് അത് ധാരാളം അന്ന് ആളുകൾ കുറവായിരുന്നു. ആളുകളുടെ മെന്റൽ ബോഡിയുടെ വളർച്ച വളരെ കുറവായിരുന്നു. അവരുടെ വൈകാരിക ശരീരവും മെന്റൽ ബോഡിയുടെയും വളർച്ച വളരെ കുറവായിരുന്നുകൊണ്ട് തന്നെ അന്ന് സന്യാസിമാർ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുമായിരുന്നു, വിളിച്ചിരുത്തി അവർക്ക് വേണ്ട സൽക്കരിക്കുമായിരുന്നു. അങ്ങനെയുള്ള എല്ലാ മോറലായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യുമായിരുന്നു. ഇന്ന് അതിനൊന്നും ആർക്കും സമയമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒരാൾ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പണം ആവശ്യമാണ്, ജീവിക്കാൻ പണം ആവശ്യമാണ്, നല്ലപോലെ ജീവിക്കാൻ വേണ്ടി ധാരാളം പണം ആവശ്യമാണ്. പക്ഷെ ആ പണം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. എന്തും ചെയ്തിട്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റില്ല. നല്ല രീതിയിലൂടെ, നല്ല വഴിയിലൂടെ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ആ പണത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വലിയ വലിയ പണക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനാണെല്ലാം, എൻ്റെ ജീവിതം ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മുടെ മനുഷ്യനുണ്ടാകുന്ന ഒരു ദൗർബല്യമാണ്. ആ ദൗർബല്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈഗോ വർക്കാവും. നമ്മൾ അഹംബോധം, ഞാൻ കാരണമാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, എൻ്റെ ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, അപ്പം എല്ലാം നമ്മുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെൽഫ് റിയലൈസേഷൻ അല്ല, നമ്മൾ സോൾ റിയലൈസേഷനോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമോ അവബോധത്തിലോ ഒന്നും നമ്മൾ എത്തിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എവിടെ എത്തിയിട്ടില്ല.
നമ്മൾ കർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അപ്പം തന്നെ മനസ്സിലാക്കുക. അപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുമ്പോൾ അവിടെ നമ്മൾ നന്ദിയും കൃതജ്ഞതയുമാണ് അർപ്പിക്കേണ്ടത്. ആ നന്ദിയും കൃതജ്ഞതയും നമ്മൾ അർപ്പിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെയും നല്ല കർമ്മയാണ് അതുവഴി നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല കർമ്മയാണ് നമ്മൾ നമുക്കുണ്ടാകുന്ന ഒരു നന്മയ്ക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ, സർവേശ്വരനോട് നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് വീണ്ടും നല്ല കർമ്മകൾ ഉണ്ടാക്കുകയും നമ്മുടെ കർമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വലുതാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മ വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു വഴിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താവുന്ന മറ്റൊരു വഴിയാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നുള്ളത്. ഇന്ന് ആളുകൾക്ക് വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ്. ആരും ഒന്നിനും ക്ഷമിക്കാറില്ല, ഒരു ക്ഷമയില്ല. ഈ ക്ഷമ ഉണ്ടെങ്കിൽ, നമുക്ക് ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മളോട് തെറ്റ് ചെയ്ത ആളുകളോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. അത് ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പലരോടും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ നിങ്ങളുടെ തെറ്റുകൾ ദൈവം തീർച്ചയായിട്ടും ക്ഷമിക്കും എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ തീർച്ചയായിട്ടും ക്ഷമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണത്. നമുക്കൊന്ന് പരിശീലിച്ച് നോക്കിയാലോ? താല്പര്യമുണ്ടോ? ഒന്ന് നട്ടിൽ നിർത്തിയിരിക്കുക, കാലുകളൊന്ന് തറയിൽ പതിഞ്ഞിരിക്കട്ടെ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നിങ്ങളെ തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, സ്നേഹം വിരിയട്ടെ. ഇപ്രകാരം നിങ്ങൾ ആവർത്തിക്കുക. സർവേശ്വര, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരോട് പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. പൂർണ്ണമായ മനസ്സോടുകൂടി ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളുമുണ്ട്. എന്നോട് തെറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നോട് തെറ്റ് ചെയ്തിട്ടുള്ളവരോടൊക്കെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പൂർണ്ണ മനസ്സാലെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിശ്വാസത്താലെ നന്ദി പറയുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. ദിവസവും നിങ്ങൾക്ക് ആവർത്തിക്കാവുന്ന. ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ നിങ്ങൾക്ക് പല പല നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. ഇത് ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ദുഃഖിതരാണെങ്കിൽ മനസ്സിലാക്കുക, അതിൻ്റെ കാരണം നിങ്ങൾ മാത്രമാണ്. മറ്റൊരാൾക്കും നിങ്ങൾക്ക് സന്തോഷം തരാൻ കഴിയില്ല. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അത് ഉണ്ടാക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്നാണ് അതിൻ്റെ ടെക്നിക്കുകളാണ്, അതിൻ്റെ തന്ത്രങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് ഓരോന്നും പ്രാണി ഹീലിംഗ് പഠിക്കുക, അത് പ്രചരിപ്പിക്കുക വഴി നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നമുക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഈഗോ വരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ സംഭവിക്കുമ്പോൾ നന്ദി പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നിങ്ങൾ ക്ഷമാപണം, നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കൊക്കെ ക്ഷമാപണം പറയണം. ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നിഷേധാത്മകമായ കർമ്മ നിർവീര്യമാക്കപ്പെടുകയും നല്ല കർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം ശേഖരിക്കപ്പെടുകയും അതുവഴി നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയോ അതിനേക്കാൾ മെച്ചമായ രീതിയിലോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുവും, നമ്മൾ തന്നെയാണ് നമ്മുടെ മിത്രവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശരിക്കും സന്തോഷകരമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്യണം. അത് ചെയ്യാനൊരു സമയം കണ്ടെത്തണം. അത് ചെയ്യുന്നതിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്തണം. മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുന്നത് വഴി, നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നത് നിങ്ങളുടെ കടമയാണെന്ന് കരുതണം.
അങ്ങനെ കടമയാണെന്ന് കരുതി നിങ്ങൾ സേവനം ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ കുറേ പൈസയ്ക്ക് എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി സർവീസ് ചെയ്യാൻ പോകണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അർഹരായിട്ടുള്ളവർക്ക് ചെയ്യണം. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഏറ്റവും നല്ലതെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഗ്രാൻഡ് മാസ്റ്റർ ചുവാക്കോക്സിയുടെ ഫുഡ് ഫോർ ദ ഹംഗ്രി ഫൗണ്ടേഷൻ കാലിക്കറ്റ് കേരളയുണ്ട്. ഗ്രാൻഡ് മാസ്റ്ററുടെ ഫൗണ്ടേഷനുള്ള എല്ലാ സ്ഥലങ്ങളിലും ഫുഡ് ഫോർ ഹംഗ്രി ഉണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫുഡ് ഫോർ ഹംഗ്രി അങ്ങനെ വിശക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. വലിയ വലിയ കാര്യങ്ങൾ, വലിയ ബിൽഗേറ്റ്സ് ഒക്കെ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. വളരെ ചെറുതായിരിക്കാം, ചെറിയ തരത്തിലായിരിക്കാം. നിങ്ങളുടെ വീട്, നിങ്ങളുടെ തൊട്ട അയൽവക്കം അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് ഒരാൾ വിശന്ന് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവിടെ നിങ്ങളുടെ സഹായം നിങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരാൾ അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് അവരെ ഒന്ന് സഹായിക്കാൻ കഴിയും, അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ പറ്റുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഈ സന്തോഷം കണ്ടെത്താൻ പറ്റുക. അല്ലാതെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക? നമ്മൾ മാത്രം ഇരുന്നാൽ മതിയോ ഈ ലോകത്തിൽ? നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ ചെറുപ്പകാലം, എൻ്റെയൊക്കെ ചെറുപ്പകാലം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പലരുടെയും ചെറുപ്പകാലഘട്ടങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആളുകളുടെയും കാര്യം നമുക്കറിയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഫ്ലാറ്റായി, നമ്മളൊരു റൂമിലായി അല്ലെങ്കിൽ ഒരു വീട്ടിലായി, ഒന്നും നമുക്കറിയത്തില്ല, ആരെപ്പറ്റി അറിയത്തില്ല. തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ആരാണെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ സേവന മേഖല അല്ലെങ്കിൽ നമ്മൾ സേവനം ചെയ്യേണ്ട രീതിയും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ കുറച്ചും കൂടെ നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ സന്തോഷവാനാണോ എന്ന് പരിശോധിക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ട് സന്തോഷവാനല്ല എന്ന് കണ്ടെത്തുക. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ മുഴുവൻ പലതിനെ പറ്റിയുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് സന്തോഷം തരുന്നത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം സന്തോഷം കിട്ടുന്നത് പണമാണ്. പണത്തിന് നമുക്ക് പൂർണ്ണമായ സന്തോഷം തരാൻ പറ്റുന്നില്ലെങ്കിലും ഒരളവ് വരെ നമുക്ക് സന്തോഷം തരാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു സന്തോഷം തരാൻ പറ്റില്ല. അത് കഴിഞ്ഞാലോ, പണത്തിൻ്റെ സന്തോഷം കഴിഞ്ഞു കഴിഞ്ഞാലോ പദവി, അധികാരം. ചിലർക്ക് അധികാരം ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ എത്ര വർഷം കഴിഞ്ഞാലും അവർ തുടർന്നും മത്സരിച്ചുകൊണ്ടേയിരിക്കും. അവർ ആ ഫീൽഡ് വിട്ട് പോവുകയും ചെയ്യത്തില്ല. അതാണ് അവരുടെ സന്തോഷം. ചില ആളുകൾക്ക് സെക്സാണ് സന്തോഷം. അതൊരു സന്തോഷമാണ്, സന്തോഷത്തിൻ്റെ ഒരു സ്ഫുരണമാണത്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങളാണത്. ചിലർക്ക് അതാണ് സന്തോഷം. ചിലർക്ക് മറ്റു കാര്യങ്ങളായിരിക്കാം സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമ്മൾ ഡൈവേർട്ടായി പോകാതെ ശരിയായ സന്തോഷം എന്താണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് അതിൽ നമ്മൾ പൂർണ്ണരാകാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ ശരിയായ രീതിയിൽ സേവനം ചെയ്തുകൊണ്ട് നമ്മുടെ കർമ്മയുടെ ബാങ്ക് അക്കൗണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രാണിക് ഹീലിംഗ് പ്രചരിപ്പിക്കുക വഴി നമുക്ക് ശരിക്കും പുതിയൊരു തലമുറയെ തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാൻഡ് മാസ്റ്റർ ചുവാക്കോക്സ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വിദ്യാർത്ഥികൾ അല്ലെ എൻ്റെ ശിഷ്യന്മാർ ഇനി വരാൻ പോകുന്നവരാണ് എന്ന് ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പ്രാണിക് ഹീലിംഗ് കൂടുതൽ മനസ്സിലാക്കുകയും അതിൻ്റെ അനന്ത സാധ്യതകൾ കൂടുതൽ വിശകലനം ചെയ്യുകയും അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് ചാറ്റ് വഴി ഇടുകയാണെങ്കിൽ എന്തെങ്കിലും സുദീപിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ആർക്കെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ അവസരം പറയൂ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം എല്ലാവരെയും. അപ്പം ആർക്കും ആണെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാം. സാറിൻ്റെ സെഷൻ നല്ലതായ കാരണം ആർക്കും ഒരു സംശയമില്ല.
ഒരു സംശയമില്ല അല്ലേ? അപ്പൊ ഒരു സംശയം ഇല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്നുകിൽ ഒന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ പക്കാ ബോറായിരുന്നു. അതെ സാർ. ഹലോ സാർ, ആ പറഞ്ഞോളൂ. നമ്മൾ ഈ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞ എല്ലാ കർമ്മവും നമ്മൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം ഭഗവാന് അതെ സമർപ്പിച്ച് ചെയ്യുക. അതെ 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 അതെ. അപ്പം അത് അതിന് പുണ്യവും ഉണ്ടാവില്ല, പാപവും ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോഴേ നമുക്ക് മുക്തി ലഭിക്കുള്ളൂ എന്ന്. അപ്പൊ ആ അതും ആ ഇതില് അത് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാനൊരു മദ്യപന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഉം, അപ്പൊ മദ്യപന്റെ കുടുംബത്തിന്റെ ആ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഡെവലപ്പ് ആവും. ഉം, അതെ. ഒരു മദ്യപാനിയുടെ ഭാര്യ ആ രീതിയിലാണ് ആ കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. കാരണം അവര് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് അവർ നെഗറ്റീവായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവർ വീണ്ടും 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 നെഗറ്റീവിലേക്ക് പോകുന്നത്. ഉം, നിങ്ങൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ അവരുടെ നെഗറ്റീവ് കർമ്മം വർദ്ധിക്കുന്നില്ല. ഉം, അതെ. അപ്പൊ അവരുടെ നെഗറ്റീവ് കർമ്മം കുറഞ്ഞു വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ മെച്ചപ്പെടും. ആ അതെ. അത് നമ്മളെ അത് തന്നെയാണ് സാറ് പറഞ്ഞ പോയിന്റ്. അത് തന്നെയാണ്, വളരെ കറക്റ്റ് ആണ്. ആ ആ അപ്പൊ നമ്മള് എന്താണ് കാണിക്കില്ലെങ്കിൽ പോസിറ്റീവ് കർമ്മ അങ്ങനെ ഉണ്ടാക്കാനാണല്ലോ പറയുന്നത്. അപ്പം പോസിറ്റീവ് ആ കർമ്മ ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പം അപ്പം നമ്മൾ അത് അനുഭവിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും ജന്മങ്ങൾ എടുക്കല്ലേ? അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടും തിരിച്ചറിയേണ്ടത് ഒരു ആവശ്യമാണ്. ഇത് രണ്ടും ആ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നിൽ മാത്രം ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉം സാറ് പറഞ്ഞ ആ ഈ നെഗറ്റീവ് കർമ്മ അല്ലെങ്കിൽ പിന്നെ പിന്നെ പോസിറ്റീവ് കർമ്മ അതിന്റെ മുകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഉം. നമ്മളിപ്പോ ഒരു ലെവലിൽ എത്തണമല്ലോ. അതെ 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 അവിടം വരെ എത്തുന്നത് വരെ നമ്മൾ അത് ചിന്തിച്ചെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ 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 10ാം ക്ലാസ് കഴിഞ്ഞാൽ 11ാം ക്ലാസ്സിൽ എത്തുള്ളൂ. അതെ 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 അപ്പൊ നമ്മൾ അവിടെ എത്തണമെങ്കിൽ അവിടെ എത്തണ്ടേ? അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും വേണ്ടാന്ന് നമുക്ക് പറയാം. നമ്മൾ 10ാം ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ പറയും +2 ആണ് വലുത്, +2 കഴിയുമ്പോൾ ഒരു ഡിഗ്രി ആണെന്ന്, ഡിഗ്രി പഠിച്ചു കഴിയുമ്പോഴാണ് PhDക്ക് പോകണമെന്ന് പറയുന്നത്. അതെ 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 ആ രീതിയിലാണത്, അതിന്റെ ആ രീതിയിലാണ് അത് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ലെവൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും ഈ ഭൂമി ഉണ്ടായിരിക്കുന്നത് ഹൈപ്പോതിസിന്റെ പുറകിലാണെന്ന് പറയും. ഓക്കെ. അങ്ങനെയാണ് അത്. ശരിക്കും ഒരു ഹൈപ്പോത്തിസിസ് ആണെന്നാണ് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സിലൊക്കെ അങ്ങനെയാണല്ലോ. ആ ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഹൈപ്പോത്തിസിസ് വഴിയാണ്. ഇതെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, സിദ്ധാന്തങ്ങളാണ്. ഓ ഓ അപ്പൊ സാധാരണക്കാരോട് അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു അവരോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ലല്ലോ. അല്ല അല്ല അല്ല. അതാണ് അതിന്റെ കാര്യം. ഓക്കെ. അപ്പം ഈ സെഷൻ ഉപകാരപ്രദമായിരുന്നോ? അതെ 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 സാർ. ആയിരുന്നു അല്ലേ? അതെ അതെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. വേറെ ചോദ്യങ്ങളില്ല? ഓക്കെ, അല്ല, ചോദ്യങ്ങളില്ല എന്ന് പറയല്ലേ. ഓക്കെ. ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ? ചോദിക്കൂ, നമുക്ക് നോക്കാം. അല്ല, അതല്ല. ബിക്കോസ് ദ ടോപ്പിക് ഈസ് അറൌണ്ട് സ്പിരിച്വാലിറ്റി, ഹൗ ടു ലീഡ് എ സ്പിരിച്വൽ ലൈഫ്. അതെ അതെ So, I mean, when you think of spirituality and you're the only one in the family who's going that way, how how do you make others around you understand what is it that you're following, or what is it that you have in mind? അതൊരു നല്ല ചോദ്യമാണ്. ചോദ്യം പറയുന്നത് നിങ്ങൾ പിന്നെ ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പറയണം. അതായത് നിങ്ങൾ ഒരു ഫാമിലിയിൽ നിങ്ങൾ ഒരാളാണ്, നിങ്ങളാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആള്. അപ്പൊ മറ്റുള്ളവര് അതിനെ അത്ര അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലല്ലേ? ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയില്ല. പക്ഷെ ചില കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കാൻ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ. അത് തന്നെയാണ്. ഇതൊരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. എന്താണെന്നറിയാവോ? ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഡ്യൂട്ടിയാണ് ഇത്. നിങ്ങളുടെ കുടുംബത്തെ ഇത് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. You have to think out of the box. No, I'm trying my best, but yeah.
അത് അങ്ങനെ Not ചെയ്യണം. കാരണം എന്താണെന്ന് അറിയാമോ? ഇത് കാരണം നമ്മളുടെ നിയർ ആൻഡ് ഡിയർ ഫാമിലി മെമ്പേഴ്സിനെ അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല പറ്റത്തില്ല. അപ്പൊ നമ്മൾ അവരെ കൺവിൻസ് ചെയ്തേ പറ്റൂ. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ട് സഹിച്ചു കഴിഞ്ഞാല് അവര് ആ ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമ്മുടെ വഴി എളുപ്പമായിരിക്കും. ഒരു വഴി എഴുപ്പുന്നതും ബെറ്റർ ഹാഫ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. He എല്ലാവർക്കും understands. എല്ലാവരെയും But കൊണ്ടുവരണം, എല്ലാവരെയും കൊണ്ടുവരണം. the next circle of people and അത് ഒരാള് പറയും, അവര് പലതും പറയും, അവര് പലതും പറയും. ഇവിടെ ഇപ്പൊ എന്നെ പ്രാണിക്കലിയും പഠിപ്പിച്ച എന്റെ ഗുരുവുണ്ട്. എന്റെ ഗുരുവിനെ നാട്ടുകാരൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന് വട്ടാണെന്നാണ്. അതാണ് ആൾക്കാരുടെ പെർസ്പെക്ടീവ് ഇസ് ലൈക്ക് ദാറ്റ്. നാട്ടുകാർ മാത്രമല്ല, ഫാമിലിക്കാരും എല്ലാരും പറഞ്ഞ അദ്ദേഹത്തിന് വട്ടാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ വട്ടാണെന്ന് പറഞ്ഞ എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ അടുത്ത് ഹീലിങ്ങിന് വരും. അതുമല്ല നമ്മുടെ ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ ഇത് ഞാൻ സംസാരിക്കാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്തില് അല്ലല്ല, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഇതിന് നമുക്കൊരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി യു ക്യാൻ മെഡിറ്റേറ്റ് ഇറ്റ് ആൻഡ് യു റിഫ്ലക്ട് ഇറ്റ് ആൻഡ് യു ബ്ലെസ് ഇറ്റ്. ഓക്കെ, ഗുരു വിൽ ഗൈഡ് യു ഡെഫിനറ്റ്ലി. ഓഫ് കോഴ്സ് ദാറ്റ്സ് സംതിങ് ഐ വാസ് ടെല്ലിംഗ് സുദീപ് ജി. ക്രിയാശക്തി കഴിഞ്ഞു ഞാൻ അതാ പറഞ്ഞ അവിടെ ആചാര്യ ഹെർമി 3 ഗോൾസ് എഴുതാൻ പറഞ്ഞു. തീർച്ചയായിട്ടും. ആൻഡ് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോ 3 ഗോൾ 1 ഗോൾ അച്ചീവ്. അതാ ഇത് പറഞ്ഞു. ഓഫ് കോഴ്സ് പറഞ്ഞു. എന്നാലും അതിൽ കൂടുതലൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ്സ് കിട്ടാനുണ്ടോ? That's what all gratitude to God and Master, and that's always. തീർച്ചയായിട്ടും. So blessing order we can try to convince. Change there no one at all. തീർച്ചയായിട്ടും ചേഞ്ചസ് തീർച്ചയായിട്ടും വരും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വളരെ ഇന്റൻസീവായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മളെ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ അതിലേക്ക് വരാത്തതെന്ന് പറഞ്ഞാല് അവര് യാതൊരു ടെക്നിക്കുകളും അപ്ലൈ ചെയ്യുന്നില്ല. അല്ല, മോസ്റ്റ്ലി ഇത് യങ് ജനറേഷൻ ആയിക്കോട്ടെ, അവര് അപ്ലൈ ചെയ്യും, ഒരു ടെക്നിക്കും അവർ അപ്ലൈ ചെയ്യുന്നില്ല. അവര് മെഡിറ്റേഷൻ ചെയ്യുന്നില്ല, അവര് വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവർക്ക് ഇത് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രീതിയിൽ അവരെ ഒന്ന് മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരിക, ഹാർട്ട് ചെയ്യിപ്പിക്കുക, കുറെ അവരെ പ്യൂരിഫൈ ചെയ്യിപ്പിക്കുക, പിന്നെ കുറെ നിങ്ങൾക്ക് അവരെ ഹീൽ ചെയ്യാം, കുറെ ബ്ലെസ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് ഒരു പരിപാടി ചെയ്യാം. എല്ലാം കൂടെ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അത് നടക്കും, നടക്കാതിരിക്കില്ല. കാരണം വിത്ത് ദി ബ്ലെസ്സിങ്സ് ഓഫ് ദി മാസ്റ്റർ എനിത്തിങ് ക്യാൻ പോസിബിൾ. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. നല്ല ചോദ്യം. ഓക്കെ, വേറെ വല്ല ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊരു അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള ഒരു അവസരം കൊടുക്കാം. If anyone has any questions, we can have this last for one final question. അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്തോട്ടെ. നിങ്ങളുടെ നേരിട്ടുള്ള പങ്കാളി ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടുകാരൊക്കെ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഇത് പ്രാണിക് ഹീലിങ്ങിനെ എതിർക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ, എതിർക്കുന്ന പങ്കാളി എന്റെ കൂടെ സപ്പോർട്ടാണ്. സപ്പോർട്ട് അല്ലാത്തവരുണ്ടാകാം. അങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു ലേൺ പീപ്പിൾ മാനേജ്മെന്റ്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കണം. വളരെ ഇന്റലിജന്റ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ തിങ്ക് ചെയ്തിട്ട് പല വഴികളും കണ്ടുപിടിക്കണം. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ വളഞ്ഞിട്ട് ആക്രമിക്കണം. Thank you. I'll report back to you. Thank you. So we will take one final question from anyone. ആർക്കെങ്കിലും വല്ല അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ രജി സർ ഒരു താങ്ക്സ് ഗിവിംഗ് സെഷനോടെ നമുക്ക് ഈ സെഷൻ എൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. ഒരു താങ്ക്സ് ഗിവിംഗ് പ്രയർ വെച്ചിട്ട്. എല്ലാവരും ഒന്ന് നട്ടിൽ നിർത്തിയിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുഞ്ചിരി വിരിയട്ടെ. ആ പുഞ്ചിരിയുടെ പുഷ്പം നിങ്ങൾ സർവേശ്വരന് നൽകുക. സർവേശ്വര, ഗുരു ഗ്രാൻഡ് മാസ്റ്റർ ചോക്കോക്സെ, മഹാഗുരുജി മെയിലിംഗ്, all the great eight one, holy gurus, holy masters, saints, archangels, holy angels, spiritual helpers, and to my higher self,
Thank you for your priceless blessings, divine light, divine love, divine power. Thank you for making us thy divine instruments. Thank you for your divine presence, divine guidance, divine help, and divine protection. അങ്ങയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അങ്ങയുടെ മികച്ച ഉപകരണങ്ങളാക്കി മാറ്റണമെന്ന് ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിമിതി അല്ല ഗുരുവിൻ്റെ പരിമിതി എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ അങ്ങയുടെ അനുയായികളാക്കിയതിനും പ്രാണിക് ഹീലിംഗിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനും അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. പൂർണ്ണ വിശ്വാസത്താൽ നന്ദി അർപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.